കോൺഗ്രസ് ഓരോ സാധനം എടുത്തിട്ടു. ഫോർ എക്സാമ്പിൾ റീസെന്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭരണഘടന മോഡി 3-0 വന്ന സമയത്ത് മൂപ്പർ ആദ്യം പറഞ്ഞത് ഭരണഘടനയാണ്. അതോടുകൂടി അത് പോയി കിട്ടി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇനി വേറൊന്നെന്തായാലും ഈ പറയുന്ന ഈ സംവരണം, പിന്നെ ഗാന്ധി സെൻസസ്, ഇതേപോലെ BJP അതിലും വലിയ പ്രശ്നമല്ല. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ഓരോ ആയുധം അവരെ അടുത്ത് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ BJP പോകുന്ന സമയത്ത് അതിനപ്പുറത്ത് ഇപ്പോൾ സെയ്ത് പറഞ്ഞൊരു കാര്യം ശരിയാണ്, അതിനപ്പുറത്ത് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റണം. പക്ഷേ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളനുസരിച്ച് മൂപ്പരെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ അവിടെ നിയോഗിക്കപ്പെട്ടത്, എനിക്കൊക്കെ പരിചയം ഉണ്ടായി, എൻ്റെയൊക്കെ കൂടെ മറ്റേ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പേര് ഇപ്പം ക്ലീഷ കണ്ട അവിടെ പഠിച്ചിരുന്ന ചില ആളുകളാണ്. അവരാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അവർ വെച്ചാൽ ബീഹാറിലൊക്കെ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ട് പാവങ്ങൾക്ക് എന്ത് കിട്ടി. ശരിയാണ്, പാവങ്ങൾക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അതിന് ഉത്തരവാദി ആരാ? 50 വർഷം ഭരിച്ച കോൺഗ്രസ് ആണോ, ഏതാണ്ട് 2 വർഷം ഭരിച്ച ജനതാദളാണോ, അത് 10-15 വർഷം ഭരിച്ച BJP ആണോ? ജനങ്ങൾ ചോദിക്കല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. കൊള്ളാവുന്ന ആളുകളുണ്ട്, ഈ ശശി തരൂരിനെ പോലുള്ള. മൂപ്പര് കരിയർ സ്റ്റാർ, സംഭവമൊക്കെ ശരി, പക്ഷെ നമുക്ക് ഉപകരിക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കണ്ട. ആട്ട് ചെയ്യേയില്ല. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. അല്ലെ ഈ മോഹൻ ബാഗി സാറിന് എങ്ങനെ ഉപദേശകനാണ്, മൂപ്പർക്ക് നല്ല സാധനമുള്ളതാ, അതും ചെയ്യല. അല്ലെ ശ്രീത്തിനാക്കുക, അതും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു ലാഫിംഗ് സ്റ്റോക്കായി ഈ പാർട്ടി തീരും. അത്രേ ഉള്ളൂ. ഒരു പാടേ